ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഈഗിൾ വൈറ്റി. എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് പുതിയ പണ്ട് വന്നതാണ് ഒരു ടച്ചിങ് എഫക്റ്റ് നമ്മൾ ഇന്ന് ക്ലെയിം ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതിൽ നമ്മൾക്ക് വേണ്ടത് മൂന്ന് സാധനങ്ങളാണ്. ഈ മൂന്ന് സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക തരം ഒരു എഫക്റ്റ്, ഒരു ഗോൾഡ് കളർ കോയിൻസ് തെറിക്കുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അത് ക്ലെയിം ചെയ്യാൻ പോകണം. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ ഗോൾഡ് ക്രേറ്റ് കൂപ്പണും കളക്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഗോൾഡൻ ഫ്രാഗ്മെന്റും കളക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 100 ഗ്രാഫിറ്റി. പോയി ഓക്കെ, ഗോൾഡ് ഗ്രാഫിറ്റി 100 ഏതെങ്കിലും 100 ഗ്രാഫിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിറ്റിന്റെ ഗോൾഡ് ഗ്രാഫിറ്റി കാർഡ് കിട്ടും. ആ 3 കാർഡും കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, ആ ഗോൾഡ് കളറിന്റെ മെത്തിക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ എന്താക്കാം, 100 ഗ്രാഫിറ്റി ആയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് നമ്മൾ എടുത്തു വെച്ചതാണ്. ഓക്കെ, 97 3 കൂട്ടുക. ഓക്കെ ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ ക്ലിക്ക് ചെയ്യാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ 3 ഒപ്പരം കൊടുക്കാൻ പോവാണ്. 3 കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് കിട്ടുക എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ മിഡാസ് ടച്ച് ടാപ്പ് ഗ്രാഫിറ്റി കളക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് എന്താക്കി നോക്കാം, സെറ്റ് ചെയ്ത് നോക്കട്ടോ. ലെറ്റ്സ് ഗോ എക്വിപ്പ്. ഓക്കെ, കണ്ടില്ലേ, സ്ക്രീനിൽ തൊടുന്ന സമയത്ത് ഒരു ഗോൾഡ് തെറിക്കുന്ന ഒരു എഫക്റ്റ് കാണാൻ നിങ്ങൾ സാധിക്കുന്നു അല്ലേ? കാണില്ലേ, കുറച്ച് കോയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്ന ഒരു എഫക്റ്റ് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഏടെ തൊട്ട് കഴിഞ്ഞാലും ആ ഒരു എഫക്റ്റ് ആയിരിക്കും ഇനി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ കാലം എടുത്തു വെച്ച കോയിൻസ് കൊണ്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. പെർമനന്റ് ആണ്. പെർമനന്റ് ആയിട്ടുള്ള ഒരു ഉണ്ടോ, ഒരു ഗോൾഡ് 4-5 ഗോൾഡ് തെറിക്കുന്ന ഒരു എഫക്റ്റ് ആണ്. അതുപോലെ തന്നെ പുതിയ ഒരു ഇവന്റ് വന്നിട്ടുണ്ട്, സമ്മർ റാഞ്ച് ഈ സെലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു ഇവന്റ് വന്നിട്ടുണ്ട്. അത്ര ടഫ് ആയിട്ടുള്ളൊന്നല്ല, ചെറിയൊരു ഇവന്റ് ആണ്, ചെറിയ റിവാർഡ്സും കാര്യങ്ങളും. മാച്ചിൽ ടൈം നോക്കാം. റീച്ച് ടോപ്പ് 30 1 ടൈം എത്തിക്കഴിഞ്ഞാൽ ടൈമിങ്ങിന് ഒരു അവതാർ ഇത് ഫ്രെയിം കിട്ടുന്നുണ്ട്. അതുപോലെ 5 വട്ടം ടോപ്പ് 30 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കാർഡ് കിട്ടുന്നുണ്ട്. 5 വട്ടം ടോപ്പ് എത്തണം. അതുപോലെ 15 വട്ടം ടോപ്പ് 30 എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഫ്രെയിം പെർമനന്റ് ആയി കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സ്പെൻഡ് 1 മിനിറ്റ് ഗെയിമിനകത്ത്, അതായത് ഗെയിമിനകത്ത് കളിയിലല്ല, ഗെയിമിൽ ഇങ്ങനെ നിന്നാൽ 1 മിനിറ്റിന് നമുക്ക് കളക്ട് ആക്കാനുള്ള സമയമായിട്ടുണ്ട്. ടൈമിങ്ങിനാണ്, ഒരു അവതാറാണ്. അതുപോലെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു മിഷൻ കാർഡ് കിട്ടുന്നുണ്ട്. 60 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ. അതുപോലെ 400 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു അവതാർ പെർമനന്റ് ആയി കിട്ടുന്നുണ്ട്. ചുമ്മാ ചെറിയ സെലിബ്രേഷൻ ആയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കളക്ട് ചെയ്യാവുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാർഡ് കളക്ട് ചെയ്യാൻ ശ്രദ്ധിക്കട്ടെ എല്ലാവരും. ഓക്കെ,